ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ വിളിച്ചു പറയുന്നുണ്ട്, എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. A&K കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് സാറിനെ നീക്കം ചെയ്യുന്നുവെന്നോ ഒരു ഹൂമർ കേട്ടു. കോൺഫിഡൻഷ്യൽ ആണ് ഈ കാര്യമെന്ന് വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്താണ് കാര്യമെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്നതാണ് കാര്യമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്ര ആകെ ഷോക്കാവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും വിജയേട്ടാ, നിങ്ങളൊന്ന് ആ കമ്പനിയെ വിളിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഒരിക്കലും MD വിളിക്കില്ല. എന്നെ നിങ്ങൾ പറഞ്ഞയക്കുന്നുവെന്ന് ഞാൻ അവരോട് വിളിച്ച് ചോദിക്കാനോ അതെന്തായാലും നടക്കില്ല. A&K കമ്പനിയുടെ സ്വന്തം വക്കീലാണ് ഞാൻ. എനിക്ക് ഓപ്പോസിറ്റായി നിൽക്കാൻ അവിടെ ആരും തന്നെ ഇല്ല. അഥവാ ആ സ്ഥാനത്ത് ഇനി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെട്ടിയിരിക്കും. ഇവിടെയും ഞാൻ തോൽക്കാൻ നിന്നു കൊടുക്കില്ലെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. വീട്ടിലാണെങ്കിൽ സന്തോഷത്തിന്റെ നാളുകളാണ്. എല്ലാവരും തന്നെ പകയും വിദ്വേഷവും ദേഷ്യവും എല്ലാം മറന്ന് ഒന്നിച്ചങ്ങനെ കൂടുകയാണ്. അച്ഛൻ അങ്ങനെ വീട്ടിലെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എല്ലാവരും അങ്ങനെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് സ്നാക്സ് കഴിച്ചുകൊണ്ട് മഞ്ജു അങ്ങനെ പറയുന്നുണ്ട്, പിന്നെ മുകുന്ദ, അമ്മയ്ക്ക് മസാല ദോശ വാങ്ങുമ്പോൾ എനിക്ക് കൂടി 2 എക്സ്ട്രാ വാങ്ങിച്ചോ എന്ന് പറയാണ്. കേട്ടങ്ങനെ എല്ലാവരും ചിരിക്കുന്നുണ്ട്. മുകുന്ദനപ്പ രമ്യയോട് നിനക്ക് മസാല ദോശ വേണോടി എന്ന് ചോദിക്കുകയാണ്. രമ്യാണെങ്കിൽ മറുപടിയൊന്നും പറയാതെ നാണം വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രുക്കു ആണെങ്കിൽ കൈ ഉടിച്ചുകൊണ്ട് അച്ചുവിനെ നോക്കി അങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. അച്ചു അപ്പൊ എന്താ കാര്യമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. ഇത് കാണുന്ന മഞ്ജു അത്രയ്ക്കായോ എന്ന് പറഞ്ഞ് അനന്തേട്ട എന്ന് വിളിച്ചുകൊണ്ട് മഞ്ജു അങ്ങനെ കൊഞ്ചി കുഴയാണ്. മഞ്ജുവിന്റെ ഈ രീതികളെല്ലാം കണ്ട് എല്ലാവരും തന്നെ ഒരുപോലെ അങ്ങനെ ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു ഫുട്ബോളിന്റെ പേരിൽ ചിന്നുവും ആര്യയും ആരോമലും കൂടി കോടതിയിലേതുപോലെ തന്നെ ഒരു വാദം നടത്തുകയാണ്. ചിന്നു ജഡ്ജി, പരാതിക്കാരിയുടെ വക്കീൽ ആരോമൽ പ്രതിഭാഗം വക്കീൽ. അങ്ങനെയാണ് ഇവരുടെ ഈ ഗെയിം കണ്ട് മറിഞ്ഞു നിന്ന് ചന്ദ്രയും വിജയശങ്കറും അങ്ങനെ നോക്കി ചിരിക്കുകയാണ്. ആരോമൽ അങ്ങനെ പറയുന്നുണ്ട്, യുവർ ഓണർ, സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് ഫുട്ബോൾ മോഷ്ടിച്ചത് കക്ഷിയല്ല എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഒബ്ജക്ഷൻ യുവർ ഓണർ, പ്രതി ഇതിനു മുന്നേയും ഫുട്ബോൾ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. കക്ഷിയെ കരിവാരി തേക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ് ഈ ഫുട്ബോളിന്റെ മോഷണമെന്ന് ആരോമൽ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, മോഷ്ടിച്ചതിന് തെളിവുണ്ട് ഓണർ, ഇത് പ്രതിയുടെ ബാഗിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നങ്ങനെ ആര്യ പറയാണ്. ആരോമൽ അപ്പൊ വീണ്ടും പറയുന്നുണ്ട്, അത് കാറ്റില്ലാത്ത ഫുട്ബോൾ ആയിരുന്നു, കഷ്ണം പോയത് കാറ്റുള്ള ഫുട്ബോളാണ് എന്നങ്ങനെ ആരോമൽ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഈ വക്കീല് കള്ളം പറയുകയാണ്, പ്രതി മോഷ്ടിച്ചതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട് എന്നങ്ങനെ പറയാണ്. ഒടുവിൽ ജഡ്ജിയായിരിക്കുന്ന ചിന്നു വിധി പറയാണ്, പ്രതി ഫുട്ബോൾ മോഷ്ടിച്ചതായി കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. മോഷ്ടിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചില്ല. അതിനാൽ പ്രതി 10 ഫുട്ബോൾ വാങ്ങി സ്കൂളിലേക്ക് ഏൽപ്പിക്കണമെന്ന് കോടതി വിധിക്കുന്നുവെന്ന് ചിന്നു അങ്ങനെ പറയാണ്. ഇത് കണ്ട് എല്ലാവരും തന്നെ അങ്ങനെ ചിരിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയും വിജയ് ശങ്കറും ചിരിച്ചുകൊണ്ട് വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഗെയിം നല്ല രസമുണ്ടായിരുന്നു, 3 പേരും കലക്കി, ആരോമലായിരുന്നു സൂപ്പർ എന്ന് ചന്ദ്ര പറയുമ്പോൾ ആരോമൽ പറയുന്നുണ്ട്, എനിക്കൊരു പരാതിയുണ്ട്, ഇന്ന് കോടതിയിൽ കളിച്ചാലും ആര്യ ചേച്ചിയാണ് ജയിക്കുന്നത്. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അത് സിമ്പിളാണ്, അച്ഛനാൻറ്റി ആയിട്ടാണ് ഞാൻ വാദിക്കുന്നത്, എന്റെ ഭാഗത്താണ് നീതിയും സത്യവും. നീ അഭിനയിക്കുന്ന വക്കീൽ അച്ഛനെ പോലെയാണ്, സത്യമല്ലാത്തതുകൊണ്ട് നീ തോൽക്കുന്നു എന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് ചന്ദ്രയ്ക്കും വിജയ് ശങ്കറിനും ദേഷ്യം വരികയാണ്. ചന്ദ്ര അപ്പൊ തന്നെ, ആര്യ നീ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞ് ആര്യയെ പിടിച്ച് അടിക്കുകയാണ്. ആര്യ പറയുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്ന കാര്യമാണ് അമ്മയെ പറഞ്ഞതെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ ഭാഗത്ത് സത്യമല്ലെന്ന് നീ പറഞ്ഞു, ഇനി അങ്ങനെ പറയൂ എന്ന് ചോദിച്ച് ആര്യ അങ്ങനെ അടിക്കുമ്പോൾ ചിന്നുവും വിജയ് ശങ്കറും ചന്ദ്രയെ പിടിച്ചു മാറ്റുന്നുണ്ട്. വിജയ് ശങ്കർ എന്നിട്ട് ചന്ദ്രയെ നീ ഇതെന്താ കാണിക്കുന്നത്, കുട്ടികൾ കളിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ചന്ദ്രയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അച്ഛനും അമ്മയും വന്നപ്പോഴേ ഈ കളി കൊളമാവുമെന്ന് എനിക്ക് തോന്നിയെന്ന് ആര്യ അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്തായാലും മോളെ നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ആര്യയോട് പറയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ ആര്യ പറഞ്ഞത് കേട്ട് കലി അടങ്ങുന്നില്ല, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വിജയ് ശങ്കർ പറയുന്നുണ്ട്, അവൾ പറഞ്ഞതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി, പക്ഷെ അതിന് കുട്ടികളെ പിടിച്ചടിച്ചിട്ട് എന്താണ് കാര്യം, സത്യത്തിന്റെ സ്വരൂപമായി അർച്ചനയെയും കള്ളനായി എന്നെയുമാണ് കുട്ടികൾ കാണുന്നത്, ഇതിന് കാരണം കുട്ടികളുടെ മുന്നിൽ വരെ എന്റെ ഇമേജ് തകർന്നിരിക്കുകയാണ്, എന്തായാലും അവളെ വെച്ച് വാഴിക്കാൻ പാടില്ല, കൊല്ലണം എന്നങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ കൊണ്ട് അതിന് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ഈ സമയത്ത് ആരാന്നാവോ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ വാതില് തുറക്കുകയാണ്.
പറയാണ്, മേഡം ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വന്നതാണ്. ഇന്നലെ അർച്ചന മേഡം മരുന്ന് വാങ്ങാൻ വന്നിട്ട് ഒരു സ്ട്രിപ്പ് മരുന്ന് എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവന്നതാണ്. ഇതൊന്ന് മേഡത്തിന് കൊടുത്തേക്കണേ എന്നങ്ങനെ അയാൾ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അവൾ ഇവിടെ ഇല്ല, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നില്ല എന്നങ്ങനെ ചന്ദ്ര പറയാണ്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വിജയശങ്കർ വരുന്നുണ്ട്. വിജയശങ്കർ എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ കൊടുത്തോളാമെന്ന് പറഞ്ഞ് ആ മരുന്ന് വാങ്ങി കയ്യിൽ വെക്കുകയാണ്. പിന്നീട് ആ ഷോപ്പിലെ ആൾ പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ വിജയശങ്കറിനോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ ഇതെന്തിനാണ് വാങ്ങി വെച്ചത്? അർച്ചനയെ സേവിച്ചിട്ടേ നിങ്ങൾ അടങ്ങുള്ളൂ, ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പമെന്ന് പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, കാര്യം അറിയാതെ നീ വെറുതെ തുള്ളാതെ ചന്ദ്രേ, ഇത് വൈറ്റമിൻ ഡിക്കുള്ള ക്യാപ്സ്യൂളാണ്. വന്നിട്ട് പോയത് മെഡിക്കൽ സ്റ്റോറിലെ സ്റ്റാഫ് അല്ല, ദൈവദൂതനാണ്. ക്യാപ്സ്യൂളിലെ മരുന്നിനൊപ്പം വിഷം ചേർന്നാൽ എങ്ങനെയിരിക്കും? അർച്ചന കഴിച്ചാൽ എങ്ങനെയിരിക്കും? നിനക്ക് മനസ്സിലായില്ലേ? അർച്ചനയെ വകവരുത്താനുള്ള വഴി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു എന്ന് വിജയശങ്കർ പറയാണ്. ചന്ദ്രയ്ക്ക് അപ്പൊ സംശയം തോന്നുകയാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്നിട്ട് വിഷം എവിടെ? അത് നമ്മളെങ്ങനെ ഇതിൽ കേറ്റുമെന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, അതിനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇത്തരം പരിപാടികളിൽ എക്സ്പേർട്ടായ ഒരാൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ക്രിമിനൽ വക്കീലായതുകൊണ്ട് അങ്ങനെ ചില പുള്ളികളെ എനിക്കറിയാം. അയാൾ വിദഗ്ധമായിട്ട് ഈ ക്യാപ്സ്യൂളിൽ പോയിസൺ ഇതിൽ വെച്ചു തരും. ഇപ്പൊ തന്നെ അയാളെ വിളിച്ച് സംഗതി ശരിയാക്കാമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് സന്തോഷാവാണ്. അപ്പോൾ ഇന്ന് തന്നെ അർച്ചനയുടെ കാര്യത്തിൽ തീർപ്പുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, സംശയം എന്താണ്? അവളുടെ അവസാന ദിവസമാണെന്ന് പറഞ്ഞ് അവരങ്ങനെ സന്തോഷിക്കുകയാണ്. അതിനുശേഷം അച്ഛൻ അങ്ങനെ അനന്തനോടും അച്ചുവിനോടും മുകുന്ദനോടും യാത്ര പറഞ്ഞ് ചന്ദ്രകാന്തത്തിലേക്ക് പോവാനായി നിൽക്കുകയാണ്. യാത്ര പറഞ്ഞിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അർച്ചന സ്റ്റെപ്പിൽ നിന്ന് വീഴാനായി പോവുകയാണ്. അത് കണ്ട് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ പേടിയാവുന്നുണ്ട്. ചേച്ചി ഇനിയിപ്പോ ഒന്ന് പോവണ്ട, ഷഗ്നമാണ്, ന്യൂന വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വരാം എന്ന് അവരങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, സമയമാവുമ്പോൾ നടക്കേണ്ടത് നടന്നിരിക്കും, ഇനി ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ പോവുകയാണ്. ഇതിനും മുകുന്ദനും അകത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അച്ചു ആകെ സംശയിച്ച് ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് പുറത്തുപോയി വന്ന് വിജയശങ്കർ അങ്ങനെ ചന്ദ്രയെ വിളിക്കുകയാണ്. ചന്ദ്ര അപ്പോഴേക്കും ഹാളിലേക്ക് വരുന്നുണ്ട്. വിജയശങ്കർ അപ്പം തന്നെ വേഗം ചന്ദ്രയുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തായി കാര്യമെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, പോയ കാര്യം സക്സസ് ആയി. ക്യാപ്സ്യൂൾ കണ്ട് നിനക്ക് സംശയമൊന്നും തോന്നിയില്ലല്ലോ, അതാണ് ഞാൻ സക്സസ് ആയി എന്ന് പറഞ്ഞത്. ക്യാപ്സ്യൂളിനുള്ളിലെ ഒറിജിനൽ മരുന്ന് മാറ്റി പകരം പോയിസൺ വെച്ച് തിരിച്ചറിയാനാവാത്ത വിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മാരകമായ വിഷമാണ്. രാത്രിയിൽ ഇത് കഴിച്ചു കിടന്നാൽ ആളുണ്ടാവില്ല, ഉറക്കത്തിൽ മരണം സംഭവിക്കും. സാധാരണ വിഷം കഴിക്കുമ്പോഴുള്ള വെപ്രാളൊന്നും കാണിക്കില്ല. ഇപ്പോൾ അസ്വാഭാവിക മരണമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യും. പക്ഷെ ഈ വിഷത്തിന്റെ സാന്നിധ്യം പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാനാവില്ല എന്നെല്ലാം വിജയശങ്കർ അങ്ങനെ ചന്ദ്രയോട് പറയാണ്. ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ചന്ദ്ര അങ്ങനെ ആ മരുന്ന് വാങ്ങി കയ്യിൽ വെക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അവൾ പിടഞ്ഞാണ് മരിക്കേണ്ടിയിരുന്നത്, ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല, അവളൊന്ന് ചത്ത് കണ്ടാൽ മതി, നമ്മൾ എന്തായാലും സേഫ് ആണല്ലോ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആളിത് മരണവീടാണ്, ഒരുപാട് പേര് ഇവിടെ വരും, എല്ലാ കണ്ണുകളും നമുക്ക് നേരെ ആയിരിക്കും. നോർമലായിട്ട് ആർക്കും ഒന്നും തോന്നാൻ പാടില്ല. പ്രത്യേകിച്ച് ചിന്നുവിനെയും ആര്യയെയുമാണ് സൂക്ഷിക്കേണ്ടത്, രണ്ടും വിളഞ്ഞ വിത്തുകളാണ് എന്നെല്ലാം വിജയശങ്കർ അങ്ങനെ ചന്ദ്രയ്ക്ക് മുൻകരുതലുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. പിന്നീട് വിജയശങ്കർ ചന്ദ്രയുടെ കയ്യിൽ നിന്നും ആ മരുന്ന് വാങ്ങിച്ച് ചിന്നുവിന്റെ അടുത്ത് കൊടുക്കുകയാണ്. മോളെ, അർച്ചന വരുമ്പോൾ ഇത് കൊടുക്കണം, മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞ് വിജയശങ്കർ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. ചിന്നു ഉള്ളിലേക്ക് പോവാൻ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ചിന്നു അവൾ വന്നാൽ മരുന്ന് മറക്കാതെ കൊടുക്കണേ എന്ന് പറയുമ്പോൾ ചിന്നു ഇല്ല ആന്റി, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് രാത്രിയിൽ അർച്ചനയും ചിന്നു അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. ചിന്നു പറയുന്നുണ്ട്, അമ്മേ നമുക്ക് ജയക്ക് അങ്കിളിനും വീട്ടുകാർക്കും ഒരു ദിവസം ഊണ് കൊടുത്താലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നല്ല കാര്യം, അമ്പാട്ടിൽ ചെന്നിട്ടാവാമെന്ന് പറയാണ്. അല്ലമ്മേ, ഇവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് അവർക്ക് ശരിക്കും ഊണ് കൊടുക്കേണ്ടത് എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചന്ദ്ര ചെയ്ത കാര്യങ്ങൾ വെച്ച് ഇവിടെ വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്, പക്ഷേ നമ്മളായിട്ട് ഒരു പ്രശ്നത്തിനും നിൽക്കണ്ട, നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചിട്ടോ മതി. എന്തായാലും നമുക്ക് അധികം വൈകാതെ തന്നെ അമ്പാട്ടിലേക്ക് പോവാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രശ്നങ്ങൾക്കിടയിൽ നിന്റെ പഠിത്തം ഉഴപ്പരുത്.
ഇതാണ് ജീവിതത്തിന്റെ അടിത്തറ, മിനിമം ഒരു ഡിഗ്രിയെങ്കിലും വേണം. അതുകൊണ്ടായില്ല എന്നാലും പറഞ്ഞതാണ്, അമ്മ എന്നും കൂടെ ഉണ്ടാവില്ല. നാളെ ഞാനങ്ങ് പോയാലും നിനക്കെങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ? എപ്പോഴാ യാത്ര അവസാനിച്ചു പോകുന്നതെന്ന് ആർക്കറിയാം എന്നെല്ലാം അർച്ചന അങ്ങനെ പറയുമ്പോ ചിന്നുവിന് സങ്കടാവാണ്. ചിന്നു പറയുന്നുണ്ട്, അമ്മേ മതി പറഞ്ഞത്, അമ്മ ചിന്നുവിനെ വിട്ട് എവിടെയും പോവില്ല, പോവാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് സങ്കടത്തോടെ ചിന്നു അങ്ങനെ പറയാണ്. അച്ഛൻ അപ്പൊ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണു നിറഞ്ഞു എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആര്യയും ആരോമലും കൂടി വരികയാണ്. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ചിന്നു ചേച്ചിയെ ഇന്നത്തേക്ക് ഞങ്ങളുടെ കൂടെ വിടണം, ചേച്ചി ഞങ്ങളുടെ കൂടെ കിടന്നോട്ടെ എന്ന് ആര്യയും ആരോമലും ചോദിക്കുമ്പോൾ അർച്ചന സമ്മതം കൊടുക്കുകയാണ്. ചിന്നു നീ പോകുന്നെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാണ്. ആര്യയും ആരോമലും അപ്പൊ സന്തോഷിച്ചുകൊണ്ട് താങ്ക് യു ആന്റി, ചിന്നു ചേച്ചി വായു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചനയോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. ചിന്നുവിനാണെങ്കിൽ പോവാൻ മനസ്സില്ലെങ്കിലും ചിന്നു അങ്ങനെ അർച്ചനയ്ക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു പോവുകയാണ്. പിന്നീട് രാത്രിയിൽ വിജയ് ശങ്കറും ചന്ദ്രയും അർച്ചനയുടെ മരണത്തെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായി നമ്മൾ ആഗ്രഹിച്ച കാര്യം ഇന്ന് രാത്രിയിൽ നടക്കാൻ പോവുകയാണെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചന ആ മരുന്ന് കഴിച്ചിട്ടുണ്ടാവോ, നമുക്കൊന്ന് രഹസ്യമായി പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അർച്ചനയുടെ റൂമിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ മരുന്നും കഴിച്ച് വെള്ളവും കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കിടക്കാനായി പോവുകയാണ്. ജയശങ്കറും ചന്ദ്രയും വാതിലിലൂടെ അങ്ങനെ എന്താണ് അർച്ചന ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അർച്ചന മരുന്ന് കഴിച്ചെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് വിജയ് ശങ്കറും ചന്ദ്രയും അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട്. പിന്നീട് അർച്ചനയാണെങ്കിൽ തന്റെ ജീവിതത്തിലുണ്ടായ പഴയ സംഭവങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. എന്നെയും സഹോദരങ്ങളെയും വിജയ് ശങ്കർ വീട്ടിൽ നിന്നും ആ മഴയത്ത് രാത്രിയിൽ അടിച്ചിറക്കി വിട്ടതും പിന്നീട് അർച്ചന പഠിച്ച് LLB എടുത്തതെല്ലാം അർച്ചന അങ്ങനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ്. എന്താണ് ഇത്രയും ക്ഷീണമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആദ്യം ചന്ദ്ര എഴുന്നേൽക്കുകയാണ്. പിന്നീട് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനെ വിളിക്കുന്നുണ്ട്. പിന്നീട് അവര് രണ്ടുപേരും കൂടി അർച്ചന മരിച്ചോ എന്നറിയാനായി അർച്ചനയുടെ റൂമിലേക്ക് പോവുകയാണ്. റൂം തുറന്ന് കാണുന്നതും ചന്ദ്ര ആകെ സന്തോഷിക്കുന്നുണ്ട്. അർച്ചന അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവിടെ അവരങ്ങനെ മരണം ഉറപ്പിക്കുകയാണ്. പിന്നീട് ഒരു സംശയം തോന്നി വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്രേ ഞാനിവിടെ നിൽക്കാം, നീ ഒന്ന് പോയി ഒന്ന് നോക്ക് എന്ന് പറയാണ്. പിന്നീട് ചന്ദ്ര ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അർച്ചനയുടെ മുറിയിലേക്ക് കയറി അർച്ചനെ അർച്ചനെ എന്ന് 2-3 പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അർച്ചനയാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ്. വിളിച്ചിട്ടും അർച്ചന ഉണരാത്തതോടെ ചന്ദ്രയും വിജയ് ശങ്കറും അർച്ചനയുടെ മരണം ഉറപ്പിക്കുകയാണ്. ഇതോടെ അവർക്ക് അങ്ങനെ വളരെ സന്തോഷമാവുകയാണ്. ക്ലൈമാക്സിലേക്ക് പോകുന്തോറും ട്വിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.